ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആകപ്പാടെ ചൂടെടുത്ത് കുഴഞ്ഞിരിക്കുവാണ്. നമുക്ക് ഈ 2-3 ദിവസത്തിനുള്ളിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. അപ്പം അതൊക്കെ പറയാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അതുട്ടിയും അമ്മയും ഉണ്ണിച്ചേട്ടനും മാളു ചേച്ചിയും അച്ഛയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ ജീവിതത്തിൽ. ഇപ്പോൾ ഒത്തിരി സന്തോഷമാണ്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ സന്തോഷം പറയാം, നമ്മുടെ 68K ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബം 69K ആയിട്ടുണ്ട്. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. നമുക്ക് ചാനലുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. കുറേ പേരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ കൊണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വന്നതാണ്. എനിക്കറിയാം, എന്നെ കണ്ടിട്ടല്ല, ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, എന്നെ കണ്ടിട്ടല്ല നിങ്ങളെല്ലാവരും സബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആദൂട്ടീനോടുള്ള ഇഷ്ടം കൊണ്ടും ആദൂട്ടീനോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആദൂട്ടിയുടെ ചാനലാണ് കേട്ടോ, അതുമോൻ്റെ ചാനലാണ്, അമ്മയുടെ ചാനലല്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. ആദൂട്ടിക്ക് വർത്താനമൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നൊരു സമയം വരുമ്പം ആദൂട്ടിനെ ചാനൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ. കാരണം ആദൂട്ടിക്ക് ബാക്കിയെല്ലാം അമ്മ ചെയ്തു കൊടുക്കും. പിന്നെ ആദൂട്ടിയായിരിക്കും വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. ആദൂട്ടിക്ക് അല്ലേ, ആരുടെ മുമ്പിൽ ആദൂട്ടിക്ക് തല താത്തേണ്ട ഒരു അവസ്ഥ വരരുത്, അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കും കിടക്കാം. നമ്മുടെ ചാനൽ വീണ്ടും പറയുകയാണ് 69K ആയിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. നമ്മളന്ന് കോഴിക്കോട് പോയി EG എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ആദ്യമേ അവർ 2 പ്രാവശ്യം ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു കുഞ്ഞിനെ ഉറക്കരുതെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ആദൂട്ടീനെ ഉറക്കാതിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയായപ്പോഴത്തേക്കും കുഞ്ഞ്, ഞാനിങ്ങനെ കണ്ണടഞ്ഞ് പോകുമ്പോഴത്തേക്കും കുഞ്ഞിങ്ങനെ കണ്ണടഞ്ഞ് വീഴുമായിരുന്നു കേട്ടോ. എന്നിട്ട് പാവത്തിൻ്റെ മുഖത്തൊക്കെ ഞാനിങ്ങനെ വെള്ളമൊക്കെ തളിച്ച് കുറേ നേരം വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവനെ ഉറക്കത്തിൽ നിന്നൊക്കെ ഇതാക്കിയത്. പക്ഷേ 8 അവർ പറഞ്ഞു 7:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. 7:30 ആകുമ്പോൾ ഫുഡ് കൊടുത്ത് അവർ മരുന്നും കൊടുത്തു. ഒറ്റ ട്രിപ്പ് മരുന്ന് കൊടുത്തത് ആദൂട്ടി മെല്ലെ ഒന്ന് കണ്ണടഞ്ഞ് വന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കയറ്റി കഴിഞ്ഞപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ICUവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ആദൂട്ടിക്ക് ICUവിൻ്റെ തണുപ്പടിച്ചപ്പോൾ ആദൂട്ടിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഒരു കരച്ചിൽ. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം നമ്മൾ മരുന്ന് കൊടുത്തു. കുഞ്ഞ് ഉറങ്ങിയില്ല. പിന്നെ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ട് ഉറങ്ങുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കോഴിക്കോട് പോയി നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമായി. പിന്നെ ആദൂട്ടിക്ക് ഇങ്ങനെ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കുന്നു, അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് മനസ്സിന് നല്ല വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്കൊന്ന് ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. അവർ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെറിയൊരു ഡോസിൽ കേട്ടോ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു. എന്നിട്ടും ആദൂട്ടി ആദ്യമേ അവർ ട്രിപ്പ് ഇടാൻ വേണ്ടി കുത്തി കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നില്ല, വെയിൻ കിട്ടുന്നില്ല. പിന്നെയും കുത്തി, പിന്നെ അതിൽ കൂടി ഇച്ചിരി ചോര ബ്ലഡ് വന്നു. അതൊക്കെ മനസ്സിന് ഭയങ്കരമായിട്ടന്ന് മനസ്സ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ല, ആ ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ളൂ, എൻ്റെ ദൈവമേ ഈ EGയോട് കൂടിയിട്ടെല്ലാം ശരിയാകണേന്ന്. നമുക്ക് അന്നേരമൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഒത്തിരി അമ്മമാരുടെ കോളുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സ് നെഞ്ചു പൊട്ടി നമ്മൾ വിളിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ വിളിച്ചതായിരുന്നു. നെഞ്ചു പൊട്ടി ഒരു പ്രാർത്ഥനയായിരുന്നു, എൻ്റെ ദൈവമേ ഇനി ആദൂട്ടിക്ക് EG എടുക്കേണ്ട ഒരവസ്ഥ ആദൂട്ടിക്കെന്നല്ല ഒരു മക്കൾക്കും വരരുതെന്ന് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ച സമയമായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഒരുപാട് മാമന്മാരും ഒരുപാട് പേര് കേട്ടോ, ഒത്തിരി പേര് ആദൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയമായിരുന്നു കേട്ടോ. അത് ഉറക്കം ഉളച്ച് നമ്മുടെ കൂടെ വാട്സപ്പിൽ മെസ്സേജും അയച്ചിരുന്നവരുണ്ട്. അതിനൊക്കെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് സ്നേഹമാണ് കേട്ടോ ആദൂട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലായിരിക്കും നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സ്നേഹമാണ് ആദൂട്ടിനോട് എല്ലാവർക്കും കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, നമ്മളത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. പിന്നെ ആദൂട്ടിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നെഞ്ചിലേറ്റിയ കുറേ പേരുണ്ട്, അവർക്കും അത് മനസ്സിലായി. അന്നേരം EG എടുത്തതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ ഞാൻ കൊടുക്കണില്ല. കാരണം അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വരും, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അങ്ങനെ നമ്മൾ EG എടുത്തെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആദൂട്ടി നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ ആ വരാന്തയിൽ പാ വിരിച്ചിട്ടാണ് കേട്ടോ അന്ന് കിടന്നത്. വരാന്തയിൽ പാ വിരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കിടന്നത്. എനിക്ക് വരാന്തയിലോ എനിക്ക് എവിടെ കിടക്കുന്നതിന് എനിക്ക് സങ്കടമില്ല. പക്ഷെ ആദൂട്ടിൻ്റെ മനസ്സിലുള്ള ആ പേടി, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. പാ വിരിച്ചിട്ട് ഞങ്ങളെ വരാന്തയിൽ കിടന്നു. നേരം വെളുപ്പിച്ചു. പിറ്റേ നമ്മൾ ഡിസ്ചാർജ് ആയി പോരുവാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് എന്നൊക്കെ പറയില്ലേ, എന്തായി ദൈവമേ റിസൾട്ട് എന്തായി, ഓരോ ദിവസം അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും രാത്രി ഉറക്കമില്ലായിരുന്നു. അത് നമ്മളെ കുറച്ച് പേർക്കറിയാം. എനിക്ക് രാത്രി ഉറക്കമില്ല, എന്ത് ചെയ്യും ദൈവമേ എന്നുള്ളൊരു ചിന്ത, റിസൾട്ട് എന്തായിരിക്കും എന്നൊരു ചിന്ത. കാരണം വീഡിയോ EG എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നെഞ്ചിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ഇടിപ്പായിരുന്നു കേട്ടോ, എന്തായിരിക്കും മുമ്പോട്ട് എന്തായിരിക്കും എന്ന് ഓർത്തിട്ട്. അതിനുശേഷം ഞാൻ 4-ാം തീയതി തൊട്ട് ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ തള്ളി നീക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടെൻഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ പോയി നിന്നതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അത് വേറെ എല്ലാം കൂടി ആയിട്ട് ഒത്തിരി വിഷമത്തിലാണ് തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും എനിക്ക് പോകുന്നത് ഓരോ വർഷം പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും, അങ്ങ് പോകുമെന്നല്ലാതെ മനസ്സിനൊരു സന്തോഷമായിട്ട് എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച അവർ വിളിച്ചു, റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ വന്ന് കാണണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, ആദ്യമേ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ദൈവമേ റിസൾട്ട് വന്നു, നിങ്ങൾ എന്തിനായിരിക്കും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞതെന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ കുറച്ച് പേരോട് ഞാൻ അവർ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമാധാനിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെക്കാളും ഭയങ്കര വിഷമത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല വിഷമം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഓരോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നേരാവണ്ണം ഒന്നിനും പോകുന്നില്ല. ആദൂട്ടിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട്. മാനസികമായിട്ട് ഭയങ്കര വിഷമം കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. റിസൾട്ട് എന്തായിരിക്കും എന്നൊരു ചിന്തയാണ് കേട്ടോ, ഒരു പേടി, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പേടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ചയാണ് പോയത്. ഞാൻ പറഞ്ഞായിരുന്നു വെള്ളിയാഴ്ച കാണാൻ പോവുകയാണ്. നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അത്രയും പേടി, ഞാൻ അത്രയും പ്രാർത്ഥിച്ചതുകൊണ്ടുമായിരിക്കും. പിന്നെ ആദൂട്ടി എൻ്റെ പ്രാർത്ഥനയെക്കാളൊക്കെ കൂടുതൽ ആദൂട്ടിക്ക് വേണ്ടി ഒരുപാട് അമ്മമാരിട്ടോ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും നമ്മുടെ ആദൂട്ടിയുടെ EG നോർമലാണ്. ആദൂട്ടിയുടെ ഫിറ്റ്സിൻ്റെ ലക്ഷണം പോലും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സറിഞ്ഞത് കൊച്ചിൻ്റെ ചിരി കണ്ടെന്ന് പറയും, കുഞ്ഞ് ചിരിച്ചു കേട്ടോ. ഞങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. നമ്മളിവിടുന്ന് പോയി. അപ്പോൾ അന്ന് ഡോക്ടർമാരുടെ സമരം എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. നമ്മളവിടുത്തെ വീഡിയോ EGയുടെ ICU എന്നാണ് ഡോക്ടറെ കണ്ടത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തോ, ഫിസിയോതെറാപ്പി 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഡെയിലി ചെയ്തോ കേട്ടോ, കുഞ്ഞിന് മാറ്റം വരും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പം മനസ്സിന് വന്നൊരു ആശ്വാസവും സന്തോഷം ഉണ്ടല്ലോ, അത് ഒന്നും പറയാനില്ല കേട്ടോ. മനസ്സ് നിറഞ്ഞ സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ആദൂട്ടിയുടെ അച്ഛൻ കോഴിക്കോടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എവിടെ എന്താണെന്നും പറയുന്നില്ല, കോഴിക്കോടാണ്. അതും മനസ്സിനൊരു സമാധാനമാണ്, ഒരു ജോലിയായി. പിന്നെ നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും മുടക്കം വരാതെ എങ്ങനെയൊക്കെ നടക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ ആവശ്യത്തിനാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുറേ പേര് സഹായിക്കുന്നുണ്ട്. അതെല്ലാം അതുകൊണ്ടിന് സ്വന്തം കുഞ്ഞായി കരുതിയിട്ടാണെങ്കിലും ഒത്തിരി പേര് സപ്പോർട്ട് തരുന്നുണ്ട്, ഒത്തിരി പേര് സ്നേഹം തരുന്നുണ്ട്, ഒത്തിരി പേര് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ സുമതി അമ്മയും മോളും മോനും എല്ലാവരും വന്നായിരുന്നു. അവർ നമ്മൾ വരുന്ന നോക്കി അവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടിക്ക് ഉടുപ്പും ഓറഞ്ചും മിഠായി എല്ലാം കൊണ്ടാണ് അവർ ഓടി വന്നത്. പിന്നെ നമ്മുടെ ജിജോനും പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ. ആ പാവം ഹോസ്പിറ്റലിൽ കൂടി പോയിട്ട് ഇതായോ എന്നൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട്. മിക്ക ദിവസവും അവൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നോട് മേടിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അയക്കണ്ട, എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ജിജോയും വൈഫും നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആരുടെയും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ.
വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷമായിട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരെയും കാണുമ്പോൾ നമ്മുടെ ഒരു ജിജോയിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു സഹോദരനായിട്ടും നമ്മുടെ സുമതിയമ്മേനെ കണ്ടപ്പം ഒരു അമ്മയായിട്ടും പിന്നെ ഒരുപാട് പേര് നമ്മളെ കണ്ട് ഓടി വരുന്നുണ്ട്. അപ്പം മനസ്സിന് ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. പിന്നെ എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ, ഇപ്പം ഞാൻ അറിയപ്പെടുന്ന ആദൂട്ടിയുടെ അമ്മ എന്നാണ് കേട്ടോ. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ആദൂട്ടിയുടെ ഈ EEGയുടെ റിസൾട്ട് നോർമലാണ്. ആദൂട്ടിക്ക് കുഴപ്പങ്ങൾ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ വലിയൊരു സമാധാനത്തിനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും ഒന്ന് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. നന്നായിട്ട് കിടന്നുറങ്ങി. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഉണ്ടോ വിഷമം, ചേച്ചി എന്തിനാ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വിഷമത്തിൻ്റെയും ടെൻഷൻ്റെയൊക്കെ കാര്യം ഇതായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് ചെറിയ ചെറിയ വയ്യായികകളും കാലുവേദനകളും ഒക്കെ ഉണ്ട്. അതൊന്നും എന്നെ തളർത്തിയല്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് മാത്രമാണ് എന്നെ തളർത്തിയത്. പക്ഷെ അതിൽ നിന്നെല്ലാം വലിയൊരു പോസിറ്റീവാണ് വന്നത്. നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ. കറണ്ടില്ലേ, ഭയങ്കരമായിട്ട് ചൂടും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഈ EEGൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. അത് ബോംബെ പോയി വരേണ്ട റിസൾട്ടാണ്. അത് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യമേ അതൊന്ന് ചെയ്തപ്പോൾ നോർമലായിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി അത് ചെയ്യാൻ തന്നിട്ടുള്ളത്. അതും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. എനിക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോളേ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ആദൂട്ടീൻ്റെ ചക്കര ഉമ്മ. ആദൂട്ടിക്ക് ഇതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ബൈ.